സിറ്റുവേഷൻ യുവർ ചെസ്. അപ്പോൾ പേരെന്താ? എൻ്റെ പേര് സനീഷ്. ബിപിൻ ചാക്കോ. ജോബി ജോസഫ്. അപ്പം ഇപ്പം എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടെ NS കോളേജ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഫൈനൽ ഇയർ? ഞാൻ ഫൈനൽ ഇയറായി. ഞാൻ ഡിഗ്രി BCom ഫൈനൽ ഇയർ. ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ. ഞാൻ മധ്യപ്രദേശ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം അവിടുത്തെ ജീവിതം? അവസ്ഥ കുറച്ച് വ്യത്യാസം, ഭയങ്കര ചൂടുള്ള സമയം. അവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെയാണ്? നമ്മുടെ ഇവിടുത്തെ പോലെ അടങ്ങി ഒതുക്കി ഇരിക്കുന്നവരാണോ അതോ പുറത്തെപ്പോഴും പുറത്തുനിന്ന് കുറേ പേര് വരുന്നുണ്ട്, പക്ഷേ മലയാളികൾ കുറവാണ് അവിടെ. അവിടുത്തെ ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പം എങ്ങനെയുണ്ട് ബാക്കി അവിടെ? ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിനിമകളൊക്കെ അവിടെ മലയാളം ഫിലിംസ് കുറവാണ്, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ വരും. പിന്നെ 2020 ഫൈനൽ നടക്കുവാണ്. അപ്പം ആർക്ക് കിട്ടും? ആരായിരിക്കും വിന്നറാവുന്ന ഈ വർഷം? കഴിഞ്ഞ വർഷം നമുക്കായിരുന്നു, നിങ്ങൾ പുറത്തായി. അതേക്കുറിച്ച് എന്താ? മിക്കവാറും ഈ വർഷം കളി വെച്ച് നോക്കുമ്പോൾ ശ്രീലങ്ക കിട്ടാനാണ് സാധ്യത. അതെ. കാരണം ശ്രീലങ്ക ഇതുവരെ ഒരു തോൽവി പോലും അറിയാതെയാണ് വന്നിരിക്കുന്നത്. മിക്കവാറും അവർക്ക് കിട്ടാനാണ്, എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് കിട്ടാനാണ് സാധ്യത. ഇന്ത്യ തോന്നലാണ് പാകിസ്ഥാൻ തന്നെ കിട്ടും. കാരണം നിലവാരമുള്ള കളി അവർ മാത്രമേ ഉള്ളൂ. അത് ജയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അവരുടെ ടീമിലാണ് കൂടുതൽ. ഞാനും പാകിസ്ഥാൻ്റെ കൂടെയാണ്. ഞാനും പാകിസ്ഥാൻ്റെ കൂടെ ആണോ? പക്ഷേ ഈ വർഷം കപ്പ് കിട്ടാൻ പറയാൻ നമുക്ക് ആരെ ജയിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്ത്യ പുറത്തായി, അതേക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യയുടെ കളി, അതായത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം പൊതുവെ ഷോർട്ട് പിച്ച് പന്തുകൾ കളിക്കുന്നതിൽ പരാജയമായിരുന്നു. എല്ലാവരും കൂടുതലും കളിക്കുന്നത് ഫ്രണ്ട് ഫുട്ടിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ബാക്ക് ഫുട്ടിൽ പന്ത് വരുമ്പോൾ കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതായത് ബാറ്റിംഗ് നിലവാരമില്ലാത്ത ബാറ്റിംഗ് പരാജയപ്പെട്ടു. ധോണി എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലം ഇപ്പോൾ ധോണിക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് സംശയം. പിന്നെ മെയിനായിട്ടുള്ള സേവാഗിൻ്റെ അഭാവം ഇന്ത്യൻ ടീമിനെ 20ക്ക് വളരെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് അവിടെ ഉണ്ട്, പക്ഷേ അങ്ങനെ ടീമായിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ തോൽവിയുടെ കാരണം ഇവിടെ പ്രാക്ടീസിൻ്റെ കുറവാണെന്നാണ്. പിന്നെ ധോണിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട്, അതാണ് മെയിനായിട്ട്. ഞങ്ങളുണ്ട്, രാജ്യമാരുടെ ടീമുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പം അതിനു മുമ്പ് നിങ്ങൾ പാട്ട് ആരെങ്കിലും ഒന്ന് പാടാവോ? എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. വിദേശവാസികളൊക്കെ ഒന്ന് മത്സരിക്കാം. ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞങ്ങൾ വെച്ച് തരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട്, നല്ലൊരു ഹിന്ദി പാട്ട് തന്നെ ആയിക്കോട്ടെ. ഡെഡിക്കേറ്റ്. NS കോളേജിൽ തല്ല് കൊടുത്ത് സസ്പെൻഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും, പിന്നെ സിറ്റുവേഷൻ എല്ലാ പ്രഷർക്കും, NSS കോളേജിലെ എല്ലാ എൻ്റെ ഫ്രണ്ട്സുകൾക്കും, അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും, ഇവിടുത്തെ റിലേറ്റീവ്സും. ഈ കൂട്ടുകാർക്ക് കൊണ്ട് നല്ലൊരു ഗാനം കണ്ട ശേഷം देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी. देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी. दिल पर है दिलकश है दिलदार नजारे हैं, आज ज़मीन पर उतरे कितने सितारे हैं. अगलो होश नमी दानम हम है दिल है